ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ ആയല്ലോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴ ഉണ്ട്, പിന്നെ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ തുറന്ന സമയമാണല്ലോ. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടാണ്. അപ്പോൾ അതാ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ പുട്ടൊക്കെ ഏകദേശം ചുട്ട് ആവുന്ന സമയം കൊണ്ട് തന്നെ മോനക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അവനക്ക് ഉപ്പേരിയൊന്നും വേണ്ട, ഉരുളൻകിഴങ്ങ് ഫ്രൈ ആക്കിയത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ യൂണിഫോമാണിത്, പാൻറ് അടിച്ചിട്ടിട്ടില്ല. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചോറിന് വെള്ളമൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് ലഞ്ചിന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെമ്മീനാണ്. അപ്പോൾ തലേ ദിവസം കൊടുന്ന് വെച്ച കാരണം തന്നെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൻ്റെ പാത്രങ്ങളൊക്കെ റെഡിയായി. അവന് ചോറ് കൊണ്ടുപോകലാണ് ചെയ്യാറുള്ളത്, അവിടെ സ്കൂളിൽ ചോറുണ്ട്. അങ്ങനെ അവൻ്റെ പാത്രങ്ങളൊക്കെ റെഡിയായി, ഓനങ്ങനെ പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിലത്തെ ഭാഗമൊക്കെ ഒന്ന് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു വാരി തുടക്കാൻ മോൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ ഓൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു മേലൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ തുടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓൾ അടിച്ചു വാരിയൊക്കെ തുടച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചോറും കൂട്ടാനൊക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഉച്ചക്കത്തേക്കുള്ള ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാബേജാണ് നമ്മളൊന്ന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെമ്മീൻ കുറച്ചെടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ മാങ്ങയും അതുപോലെ തന്നെ ചെമ്മീനും കൂടെയുള്ള കറിയാണ് വെച്ചിട്ടുള്ളത്. ഇനി താഴത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാനുണ്ട്. അപ്പോൾ ചോറും കൂട്ടാൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വാരിയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കിച്ചണിൽ തന്നെ ഉള്ളു തുടക്കാനുള്ളത്. അങ്ങനെ ഞാനിതാ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. ഞാനിതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെമ്മീനൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം കൊണ്ട് ഞാൻ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ വീതനയും അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. നമുക്ക് ലഞ്ചിനുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട്. അങ്ങനെ ഞാൻ ചെമ്മീനൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷാനുവിനൊക്കെ ഇത് ഫ്രൈ ആക്കിയതേ പറ്റുള്ളൂ, കറിയത്ത് വല്ലാണ്ട് കൂട്ടൂല. അങ്ങനെ ചോറൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി
ചെമ്മീനും മാങ്ങയും കൂടെയുള്ള കറിയുണ്ട്, കാബേജ് ഉപ്പേരി, ഫ്രൈ ആക്കിയതുണ്ട്, ചെമ്മീൻ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾ ഷാനും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ നോർലേക്കിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, തിരൂർ. അപ്പോൾ മക്കൾ കുറേ ദിവസമായിക്കണം അവിടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയതാണ്. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ ഒരു കുളമാണ്. അപ്പോൾ ആ കുളത്തിൽ നല്ലോണം പല കളറുള്ള മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന്. പിന്നെ ഇവിടെ കൂടുതൽ നല്ലൊരു തണുപ്പുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കാനും സംസാരിക്കാനും നല്ല ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങനെ നടന്ന് കുറേ നേരം ഇവിടെയൊക്കെ നടന്നിട്ട് കാണാനൊക്കെ ഉള്ളതായിരുന്നു. അപ്പം അങ്ങനെ കുറേ നടന്നൊക്കെ കണ്ട് ചെറിയ ചെറിയ കുളങ്ങളും മീനുകളൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും. പിന്നെ അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണമൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ ചെറിയതായിട്ടുള്ളൊരു വെള്ളം ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഒരു കായൽ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ മഴക്കായ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ചളി വെള്ളങ്ങളും ഒക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനുള്ളതാണ് കൂടുതലായിട്ട് നമുക്ക്. പിന്നെ ഈ ഗെറ്റ് ടുഗദറൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ കൂടാനൊക്കെ പറ്റിയ നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയും എല്ലാ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഷാന് കുറേ ഊഞ്ഞാലാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ടയർ കെട്ടിയിട്ട് ഊഞ്ഞാലാടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ നല്ല കൂട്ടായിട്ട് മുളകളുണ്ട്. കൂട്ടായിട്ട് ഇങ്ങനെ നല്ല വണ്ണമുള്ള മുളകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരമൊക്കെ നടന്ന് കണ്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 5 മണിയൊക്കെ അതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. 5 മണി ആയാൽ ക്ലോസ് ആവും അവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങളൊന്ന് കണ്ട് നോക്കി. ഇവിടെ കുറേ ഇരുന്നിട്ട് നമുക്കിങ്ങനെ നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ ഒക്കെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.